ഞങ്ങൾ രാവിലെ തന്നെ നമ്മുടെ വാഴയിലൊരു കൊല നിൽപ്പുണ്ടായിരുന്നു. അത് വെട്ടാനായിട്ടുള്ള തന്ത്രപ്പാടിലാണ് എല്ലാവരും കൂടെ. അങ്ങനെ ലാസ്റ്റ് ഒരു വിധത്തിൽ വാഴയെല്ലാം കൂടെ വലിച്ച് താഴെയിട്ട് നമ്മൾ ആ കൊല വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്കവിടെ കൊഞ്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൊഞ്ചൊക്കെ കറി വെക്കുന്ന വീഡിയോ ഞാൻ പിന്നിടുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഞാനും ചേച്ചിയും കൂടെ വിഷുക്കണി വെക്കാനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ മേടിക്കാനായിട്ട് പോയി. കണിക്കൊന്ന വേണമായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ നല്ലൊരു പൂവൊക്കെ ഇരിക്കുന്ന കണ്ടത് ഇവിടാണ്. ബാക്കിയുള്ളിടത്തെല്ലാം കുറേ വാടിയ കണിക്കൊന്നയായിരുന്നു കണ്ടത്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ പൂവൊക്കെ മേടിച്ചിട്ട് നേരെ ഫ്രൂട്ട്സും സാധനമൊക്കെ മേടിക്കാനായിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു അങ്ങോട്ട് പോയി. അവിടെ ആണെങ്കിൽ ഓരോ മുറത്തിലായിട്ടായിരുന്നു ഓരോ കണി വെച്ചിരുന്നത്. നമ്മളവിടെ നിന്ന് മേടിച്ചില്ല. എല്ലാം നോക്കിക്കണ്ടിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളുടെ വേണമെന്നുകൊണ്ട് നമ്മളങ്ങ് പോയി. നമ്മുടെ വീട്ടിൽ ചക്ക ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്ന് എങ്ങും ചക്കയൊന്നും മേടിച്ചിട്ടില്ല. ഞാൻ വിഷുക്കണിയും കാര്യങ്ങളും ഒന്നും വെക്കത്തില്ല. ഇത് ചേച്ചിക്ക് വേണ്ടിയായിരുന്നു നമ്മൾ മേടിക്കാൻ പോയത്. അങ്ങനെ നമ്മൾ ചാരുമൂട്ടിൽ ഒരു ഫ്രൂട്ട്സ് കട ഉണ്ടായിരുന്നു. അതിൻ്റെ ഫ്രൂട്ട്സ് കട എല്ലാ വർഷവും ഈ വിഷു ടൈം ആകുമ്പോൾ എല്ലാ ഫ്രൂട്ട്സും വെളിയിൽ വെച്ചാണ് അവർ വിൽക്കുന്ന തിരക്ക് കാരണം. അങ്ങനെ നമുക്കതിൽ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ പാക്ക് ചെയ്ത് നേരെ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ അവിടെ കണിക്കൊന്ന പറിക്കുന്നുണ്ട്. അവിടെ അടുത്തൊരു കണിക്കൊന്ന നിൽപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്ദിരേമയും രായിത്തണ്ണനും കൂടെ കണിക്കൊന്ന പറിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ദിരേമ കണിക്കൊന്നയും കൊണ്ട് നിൽക്കുന്ന വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാനും നന്ദച്ചേട്ടനും കൂടെ പുറത്ത് പോയായിരുന്നു. നമ്മുടെ അക്വേറിയത്തിനകത്ത് മീൻ കുറച്ച് ചത്തുപോയായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളെ മേടിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ ഗപ്പിക്കുഞ്ഞിനെയൊക്കെ മേടിച്ച് നമ്മൾ 4 എണ്ണമാണ് മേടിച്ചത്. 2 പെയറായിട്ടാണ് നമ്മൾ മേടിച്ചത്. അങ്ങനെ ഗപ്പിക്കുഞ്ഞിനെയൊക്കെ റോഡിലോട്ട് പൊക്കി വെച്ച് ഇങ്ങനെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് നേരെ നമ്മുടെ രാവിലെ വെട്ടിയ കൊലയുണ്ടല്ലോ ആ കൊല വിൽക്കാനായിട്ട് പോയി. അങ്ങനെ കൊലയും നമ്മൾ ആ കടയിൽ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ കാശും മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്ന്. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോ ആയിട്ട് വരണം വരെ ബൈ ബൈ.